ലോകം ഒരിക്കലും നീതിമാന്മാരുടെ കൂടെയല്ല സഞ്ചരിച്ചിട്ടുള്ളത്, കരുത്തരുടെ കൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാക്യവല്ലി ഒരിടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദരിദ്രന്റെ ദാനത്തെക്കാൾ സമ്പന്നന്റെ കരുണയാണ് ലോകം വിലമതിച്ചത്. സത്യത്തിൽ ദരിദ്രന്റെ ദാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ചിട്ട് കൊടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അത് ഏറ്റവും വിലമതിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ലോകം എപ്പോഴും കരുത്തരെന്ത് പറയുന്നു എന്നുള്ളതാണ് നോക്കാറുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ വിപണി പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ വിപണി വല്ലാണ്ട് മുകളിലോട്ട് പോകും, നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തകർച്ച വരും. ഇപ്പോൾ അതേപോലെ സ്വർണത്തിൻ്റെ വിലയൊക്കെ തന്നെ ലോകത്തെവിടെയെങ്കിലും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില ഉയരുന്നത് കാണാം. നമുക്കറിയാം, ഇപ്പോൾ അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്തിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടും ഡോളറിൻ്റെ വില കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടായപ്പോൾ ഗോൾഡിൻ്റെ വില താഴോട്ട് വരാനുള്ള കാര്യം. ഡോളറിൻ്റെ വില കൂടുമ്പോൾ ഗോൾഡിൻ്റെ വില കുറയും, ഡോളറിൻ്റെ വില കുറയുമ്പോൾ ഗോൾഡിൻ്റെ വില കൂടും. അതാണ് ലോക വിപണിയെ നിയന്ത്രിക്കുന്നത് ഡോളറാണ്. അപ്പോൾ കരുത്തരായ രാജ്യം എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ്. സത്യത്തിൽ ഈ കരുത്ത് അങ്ങനെ ലോകത്ത് അതൊരു നെഗറ്റീവ് എഫക്റ്റാണ്. അതായത് അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 1990-കൾ വരെ USSRന്റെ തകർച്ചയോട് കൂടിയിട്ടാണ് ഒരു ഏകധ്രുവ ലോകത്തേക്ക് അമേരിക്കയുടെ ഒരു വളർച്ച ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഇപ്പോൾ ട്രംപിൻ്റെ മകന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിന് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുന്നില്ല യുദ്ധത്തിൽ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് പോലും പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല യുദ്ധത്തിൽ. ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾ, പട്ടാളക്കാർ പോയി യുദ്ധം ചെയ്യുന്നു, അവർ മരിക്കുന്നു. അല്ലെങ്കിൽ അപ്പുറത്തും അങ്ങനെ തന്നെ, അപ്പുറത്ത് യുദ്ധം കൊണ്ടിട്ട് മരിക്കുന്ന ആളുകളും യുദ്ധത്തിന് പോകുന്ന ആളുകളൊക്കെ തന്നെ ഈ സാധാരണ അടിത്തട്ടിലുള്ള ആളുകളാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും മകൻ ഇന്നവരെ കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും മകന് കൊല ചെയ്യാൻ പോവുകയില്ല. അപ്പോൾ സ്വന്തം മക്കളുടെ മയ്യത്ത് ബോഡി വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് മാതാപിതാക്കൾക്ക് അതിൻ്റെ വിഷമം അനുഭവിക്കുക. എല്ലാവർക്കും ജീവൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ 10-200 എണ്ണം 2000 എണ്ണം 1,00,000 ആളുകളൊക്കെ ഏതോ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഭരണാധികാരികൾക്ക് കരുണയില്ലാത്ത ആളുകൾ ഇതിങ്ങനെ ഓർഡർ ഉത്തരവിടുക ചെയ്യണം. കാരണം സ്വന്തം മക്കൾക്ക് അത്ര അനുഭവം ഇല്ല, സ്വന്തം വ്യക്തിപരമായ ഒരു മോശം അനുഭവം ഈ ഭരണാധികാരി സഹിക്കേണ്ടതില്ല. അതുകൊണ്ടിട്ടാണ് ലോകത്ത് ഇത്തരം അനീതികളും അക്രമങ്ങളും ഒക്കെ ഇങ്ങനെ കൂടി വരാനുള്ള കാരണം. നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എതിരാളി ശക്തനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ യുദ്ധം ഉണ്ടാകില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ലോകം മറിച്ചാണ് സഞ്ചരിക്കുന്നത്, കരുത്തന്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, നീതിയുടെ കൂടെയല്ല ലോകം സഞ്ചരിക്കുന്നത്. അതാണ് എല്ലാ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. ബിസിനസ്സിലും പൊതുവിൽ ഏറ്റവും വലിയ ബ്രാൻഡായിട്ടുള്ള വൻകിട ബിസിനസ്സുകാർ എത്ര വില ഇട്ട് കഴിഞ്ഞാലും ആളുകൾ വാങ്ങുക. കാരണം വിശ്വസിച്ച് അവരെന്ത് പറയുന്നു അവരാണ് ഈ കോർപ്പറേറ്റുകളുടെ ഇതാണ് വിപണിയെ തന്നെ കൈയടക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ്, അതിനേക്കാൾ നല്ല ഗുണമേന്മയുള്ള ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ചെറിയ കമ്പനികളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് വിപണിയിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഭയങ്കര ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ കരുത്തരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ ലോകം സഞ്ചരിക്കുന്നത്, നീതിയുടെയോ സത്യത്തിൻ്റെയോ കൂടെ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം.